റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോയാൽ മന്തീൻ്റെയും മജ്ബൂസിൻ്റെയൊക്കെ കൂടെ കിടന്ന ഒരു തക്കാളി ചട്നി ഉണ്ട്. അതിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. വീഡിയോക്ക് പോകുന്നതിന് മുന്നേ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം. നമുക്ക് ഈ ഒരു ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു തക്കാളിയാണ് ആവശ്യമായിട്ടുള്ളത്. കഴുകിയിട്ട് അതിൻ്റെ ആ നെട്ടൊക്കെ കളഞ്ഞിട്ട് അങ്ങോട്ട് എടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഉള്ളീൻ്റെ കാഭാഗം, പിന്നെ 2 വെളുത്തുള്ളി, ഒരു പച്ചമുളക്, കുറച്ച് മല്ലിച്ചപ്പും കൂടി കേട്ടോ. ഇനി ഇതൊക്കെ ഒരു മിക്സീൻ്റെ ചാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഉള്ളി എടുക്കുമ്പോൾ പകുതിയല്ല ഭാഗം മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ വെളുത്തുള്ളിയും കൂടി പോകാറ് 2 മാത്രം മതി. പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. ഒരു മൂടി വിനാഗിരി മാത്രം മതി കേട്ടോ. പിന്നെ നമ്മളെ പാകത്തിന് ഉപ്പിട്ടിട്ട് നല്ലപോലെ മിക്സീൻ്റെ ചാറിലേക്ക് അരച്ചെടുക്കുക. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. തക്കാളിയിൽ നിന്ന് ഉള്ളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിക്കോളും. അപ്പോൾ ഇതാണ് നമ്മളെ ചമ്മന്തി റെഡി ആയിക്കണേ. പിന്നെ ഇതിൻ്റെ കൂടെയുള്ള റൈസിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പോയി കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കുക.